അപ്പോൾ വയലറ്റ് പോകണമെന്നാണ് ഗതി, അതുവരെ ഒന്നുമില്ല. ചാണകപ്പൊടി ഇപ്പോൾ ഈ മഴ ഉള്ളപ്പോൾ കുറച്ച് വെള്ളം വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇടുന്ന ചാണകമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാക്കിലുണ്ട്, ആവശ്യക്കാർ വേണമെങ്കിൽ പറയുക. അങ്ങനെ ചെറിയ പാക്കറ്റായിട്ട് 5 കിലോത്തിൻ്റെയോ 2 കിലോത്തിൻ്റെയൊക്കെ പാക്കറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം. ഉണക്കി ഡ്രൈ ആക്കി കൊറിയർ ചെയ്ത് തരാം. ഇതാണ് സൈലേജ്. അത് ഇപ്പം ഞങ്ങൾ വാങ്ങിക്കുന്നത് വൈക്കത്ത് ഒരു ഫാമിൽ നിന്നാണ്. ആ ഫാമിൽ അവർ വേറെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് ലോഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ റീറ്റെയിലായിട്ട് എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം 1800 രൂപ ഞങ്ങൾ 5 ബാഗ് അതുപോലെ വാങ്ങിച്ചു ആയി. നമ്മൾ പോയെടുക്കുകയാണെങ്കിൽ വണ്ടിയുടെ കാശ് കുറയും. ഇപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോയ്ക്ക് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് തരികയാണ് ചെയ്തത്. അത് പ്ലസ് ഓട്ടോറിക്ഷ കാശ് അത്രയും വരും. 1800 രൂപ 1800. അതെന്ന് വെച്ചാൽ എല്ലാ ബാഗും ഒരേ വെയിറ്റ് ആവില്ല. അവർ ഓരോ ഒന്നിനും ഓരോ വെയിറ്റ് ആയിരിക്കും. ചിലതിൽ 10 കിലോ ഉണ്ടാവും, ചിലതിൽ അതിൽ കൂടുതലുണ്ടാവും, 15 കിലോ ഉണ്ടാവും. അങ്ങനെയൊക്കെ വെയിറ്റ് ഉണ്ട്. ഇത് സൈലേജ് എന്ന് പറഞ്ഞാൽ ഇത് അറിയാവുന്നവർക്കറിയാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ചോളമാണ്. ചോളം ഇങ്ങനെ ചെടിയോടുകൂടി ചോളം ഉണ്ടായി കഴിയുമ്പോൾ ഇത് കായൊക്കെ ഉണ്ട് ഇതിനകത്ത്, കണ്ടോ? കായ ഉണ്ടാവും. ചെറിയ കായും പൂവും ഇലയും എല്ലാം അവർ പറിച്ചിട്ട് അങ്ങനെ തന്നെ ഇത് പിന്നെ അരച്ച് അതിൻ്റെ കൂടെ ശർക്കര ചേരാനുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ശർക്കരയൊക്കെ കൂടെ ചേർത്തിട്ട് അവർ പിന്നെ എയർ കയറാത്ത രീതിയിൽ അങ്ങനെ എന്തോ ഫെർമെൻറ്റേഷനൊക്കെ ചെയ്തിട്ട് ഇത് വേറെ ഇതൊന്നുമില്ല. ഇതിനകത്ത് കെമിക്കൽസോ അങ്ങനെ വേറെ ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല. അത് പിന്നെ എയർ ടൈറ്റ് ആക്കിയിട്ടാണ് അവർ നമുക്കിവിടെ കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഇത് കേടാവുമൊന്നുമില്ല. നമ്മളത് പിന്നെ വെയിലുണ്ടായി ഡ്രൈ ആയിപ്പോവും. അതുപോലെ വെയിലും മഴയൊന്നും കൊള്ളാതെ ഏതെങ്കിലും ഒരു റൂമിനകത്ത് സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പശുവിന് തീരെ പുല്ല് വറ്റി തീരെ ഉണങ്ങി കരിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, പുല്ല് തീരെ കിട്ടാത്തവർക്ക് ഇത് മാത്രം കൊടുത്താണെങ്കിലും നമുക്ക് വളർത്താം. പശുവിന് ഭയങ്കര ഏത് പശുവും തിന്നോളൂ, നാടൻ പശുവും തിന്നും, ഏത് പശുവും തിന്നോളൂ. ഇപ്പോൾ ഇവള് ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവളെ കൊണ്ടുവന്ന പ്രസവം കഴിഞ്ഞ സമയത്ത് പറമ്പിലൊന്നും കെട്ടാൻ പറ്റാത്ത ആ സമയത്ത് ഞങ്ങൾ പുല്ല് എത്തി കൊടുത്താണ്. അപ്പോൾ ആ കൂടെ ഒരു നേരം ഇതും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഈ പാത്രം ത്തിന് ഒരു 5 പാത്രമാണ് ഒരു നേരം കൊടുക്കുന്നത്. അപ്പോൾ പുല്ല് കൊടുക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ അത് അങ്ങനെ തന്നെ 3 നേരവും കൊടുക്കണമായിരുന്നു നമ്മൾ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇപ്പം അങ്ങനെയല്ല, ഇതിപ്പോൾ ഒരു പ്രാവശ്യം കൊടുക്കുകയുള്ളൂ. രാവിലെ ഇപ്പോൾ ഈ പാത്രത്തിന് ഒരു പാത്രം, ഈ പാത്രത്തിന് ഒരു പാത്രം ഇട്ട് ഒരു നേരം കൊടുക്കും. പിന്നെ നമ്മൾ പുല്ലിയെത്തി കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാലിത്തീറ്റയും കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പം പുല്ല് കിട്ടാത്ത ആൾക്കാർക്ക് തീരെ പുല്ലില്ല എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് തന്നെയാണെങ്കിലും കൊടുക്കാം. വൈക്കോല് കിട്ടുമെങ്കിൽ വൈക്കോലും ഇതും മാത്രം കൊടുത്താൽ മതി. പാല് നല്ലോണം കൂടുതൽ കിട്ടുമെന്ന് വെച്ചാൽ നമ്മളിത് തന്നെയല്ലല്ലോ കൊടുക്കണം. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാവരും പറയുന്നുണ്ട് ഇത് നന്നായിട്ട് പാലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനൊരു സ്മെല്ലുണ്ട്. സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരും ഇതിന്. അതെന്താ, ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെയ്യണത് കൊണ്ടാണ്. ഇപ്പോൾ ശർക്കര നമ്മൾ അടച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചാലും ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലായതുള്ളൂ, ഒരു ഗ്യാസ് നമുക്ക് വരും. അപ്പോൾ ഞങ്ങളതൊരു ബാഗ് പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ട് അടച്ച് വയ്ക്കുകയാണ് ചെയ്യണം.
എന്നിട്ട് ആവശ്യത്തിന് എടുത്തു കൊടുക്കും. തീരുമ്പോൾ വീണ്ടും ഒരു ബാഗ് പൊട്ടിച്ചിടും. അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ പാല് ഇപ്പോൾ അവൾക്കിപ്പോൾ ഏകദേശം 9 ലിറ്ററായി. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അവളെ കുത്തിവെച്ചിട്ട് ഏകദേശം ഒരു 20-21 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിനു മുമ്പും 2-3 പ്രാവശ്യം കുത്തിവെച്ചിട്ട് ചെന പിടിച്ചില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കുത്തിവെക്കുക ചെയ്ത് അത് 2 ദിവസം പിറ്റേ ദിവസവും പിറ്റേ ദിവസവും 2 ദിവസം കുത്തിവെച്ചിട്ടുണ്ട്. 2 ദിവസം ഹോർമോണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അതിനു മുമ്പ് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ കുത്തിവെക്കും, മതി കണ്ട അപ്പോൾ കുത്തിവെക്കും, അങ്ങനെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ചെന പിടിച്ചില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാമോ, ഞാൻ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവള് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇവളെ കൃഷ്ണഗിരിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് 9-ാം ദിവസമാണ് ഇവള് പ്രസവിക്കുന്നത്. പ്രസവിക്കാറായ സമയത്താണ് നമ്മൾ വാങ്ങിച്ചത്. 9 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ച് ഒരു 2 മാസം 1-1.5 മാസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് തൈലേറിയ വന്നു. തൈലേറിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലഡൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ, ക്ഷീണം അങ്ങനെയൊക്കെ വന്ന ഒരു അസുഖമായിരുന്നു. അയണിൻ്റെയൊക്കെ കുറവ് വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഡെയിലി ഇഞ്ചക്ഷൻ ചെയ്തു. അത് പ്രസവം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ പശുവിന് ഏറ്റവും കൂടുതൽ പാല് കിട്ടിത്തുടങ്ങേണ്ട സമയത്തായിരുന്നു അവൾക്ക് ആ അസുഖം വന്നത്. അതുകൊണ്ട് ഇവൾക്ക് ഞങ്ങൾക്ക് ഏതായാലും രാവിലെ 10 ലിറ്ററും വൈകുന്നേരം ഒരു 6 ലിറ്ററും അങ്ങനെ ഒരു 10-16 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നതാണ് അവൾക്ക് ആ 1 മാസം കൊണ്ട്. പിന്നെ ഈ 1 മാസം കഴിഞ്ഞപ്പോൾ ഈ അസുഖം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പാല് പറ്റിയിട്ട് വെറും 1 ലിറ്റർ, അതായത് കുഞ്ഞിന് കുടിക്കാൻ പോലും പാലില്ലാത്ത അവസ്ഥയിലേക്ക് പോയായിരുന്നു. പിന്നെ പല വീഡിയോയിലും ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പറയണ്ടായിരുന്നു തൈലേറിയ വന്ന പശുവിനെ വളർത്താൻ പറ്റില്ല, അതിനെ കൊടുത്തു കളയുക നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ, ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ നല്ല വില കൊടുത്താണ് ഇതിനെ വാങ്ങിച്ചത്. അന്ന് ഞാൻ ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 74 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇവിടെ എത്തിച്ച് തന്നതിന് ഒരു 7000 രൂപ നമുക്കായി. അങ്ങനെ 81 രൂപ 82 രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് വെറുതെ വെട്ടുകാർക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിന് നിർത്തി. ഈ അസുഖം എങ്ങനെ ഭേദമാക്കി എടുക്കണം എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഹെൽത്തിൽ പറഞ്ഞ്, അപ്പോൾ ഹെൽത്തുകാർ തന്നെ വന്ന് അവർ എന്നും ഇഞ്ചക്ഷൻ ചെയ്യും ഒക്കെ ചെയ്തിട്ട് അവർ ആംബുലൻസുമായിട്ട് വരും. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവർ അതിനുള്ള സർവീസ് ചാർജ് ഒരു 500 രൂപ കൊടുത്താൽ മതി. ബാക്കി എല്ലാ ഇപ്പോൾ ഡെയിലി ഇത്ര 5 ഇഞ്ചക്ഷൻ ചെയ്തായിരുന്നു. പിന്നെ അത് മാറാനായിട്ട് വീണ്ടും അതുപോലെ ചെയ്തു. പിന്നെ അതിൻ്റെ അയൺ കൊടുത്തു. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറി. അപ്പോഴേക്കും പാല് കുഞ്ഞ് കുടിക്കുമായിരുന്നു. 1 ലിറ്റർ പാലൊക്കെ 2 ലിറ്റർ പാല് നമ്മൾ കറന്നാൽ കിട്ടുള്ളൂ. എന്നാലും കറക്കാതിരുന്നില്ല. പാല് കുറഞ്ഞെങ്കിലും ഞങ്ങൾ കറക്കുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം കുറഞ്ഞു തുടങ്ങി. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും തീർത്തും അസുഖം മാറി. പിന്നെ അവൾക്കുടെ ഹെൽത്ത് ശരിയാവണമായിരുന്നു. അപ്പോൾ അതിനുള്ള പിന്നെ പ്രോട്ടീനും അതും ഇതുമൊക്കെ മരുന്നുകൾ ചെയ്ത്, പിന്നെ അയൺ അടങ്ങിയ പിന്നെ മിനറൽസും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ള പൊടികൾ സപ്ലിമെൻ്റൊക്കെ നമ്മൾ കൊടുത്തു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ രീതിയിലൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതുകൊണ്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പാല് കയറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയമായിരുന്നു, പാല് കയറാനുണ്ടായിരുന്നില്ല. 2 മാസം കഴിഞ്ഞിട്ടും അസുഖം മാറി ഒരാഴ്ച കഴിഞ്ഞിട്ടും പാലങ്ങനെ വന്നില്ല. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പാല് കയറി വന്നു. വീണ്ടും രാവിലെ 8 ലിറ്ററിൻ്റെ അടുത്ത് കിട്ടി. പിന്നെ 9 അങ്ങനെയൊക്കെ ആയി തുടങ്ങി. പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ. അങ്ങനെ എന്തായാലും ഒരു 15 ലിറ്ററിൽ കുറയാതെ കിട്ടുമായിരുന്നു 2 നേരവും കൂടെ. അത് അസുഖം കഴിഞ്ഞിട്ട് ഞങ്ങളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയും കിട്ടുമെന്ന്. പിന്നെ അവളുടെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസം കഴിഞ്ഞിട്ട് 3-4 മാസം ആദ്യത്തെ പിന്നെ മതി കാണിച്ച് 1 മാസം കഴിയാണ്ട് അവളെ 1-2 മാസം കഴിഞ്ഞിട്ട് കുത്തിവെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അസുഖമൊക്കെ കഴിഞ്ഞു. അവൾ 2 മതിയും കഴിഞ്ഞ് 5 മാസമായിരുന്നു. 5 മാസമായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് അവളെ പിന്നെ കുത്തിവെച്ചത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം കുറച്ച് മുമ്പ് കൊടുത്തതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഈ തൈലേറിയ മാറി പാല് കയറി വന്ന് പിന്നെ ഞങ്ങൾ 2 പ്രാവശ്യം പിന്നെ കുത്തിവെച്ചിട്ടുള്ളൂ. അതായത് ഇവളെന്നെ കഴിഞ്ഞ നവംബറിൽ കൊണ്ടുവന്നതാണ്. പ്രസവിച്ചത് നവംബർ 22-ാം തീയതിയാണ്.
ഈ നവംബർ 22 ഇപ്പോൾ ഒരു വർഷമായി. അതിനുള്ളിൽ 2 ഇഞ്ചക്ഷൻ അവൾക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പിടിച്ചില്ല, ചെന പിടിച്ചില്ല. അപ്പോൾ ഈ ഞാൻ പല വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, തൈലേറിയ വരുന്ന പശുവിന് ചെന പിടിക്കാൻ പ്രയാസമാണ്, ചിലപ്പോൾ വൈകിയേ പിടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും ചെന പിടിപ്പിച്ചേ അടങ്ങുള്ളൂ. അങ്ങനെ വെറുതെ കൊടുത്തു കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നല്ല പശുവാണ്. ഇപ്പോഴും പാല് വലിയ കുറവൊന്നുമില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഹോർമോൺ കൊടുത്ത് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇപ്പോൾ 22 ദിവസമായിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 22 ദിവസം ആയിട്ടുണ്ട് അവൾക്ക്. അപ്പം നമുക്കൊരു 30 ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്യാം. മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കൺഫേം ആക്കാം നമുക്ക്. അത് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്കിത് ചെനയായോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. പിന്നെ എന്നാലും എനിക്കിപ്പോൾ അവളെ കൊണ്ടുവന്നതിൽ വലിയ നഷ്ടമൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1 മാസത്തെ ബുദ്ധിമുട്ടേ എനിക്ക് ഉണ്ടായുള്ളൂ. അപ്പോൾ അസുഖം വന്ന സമയത്ത് പാല് കയറി വന്നു. എല്ലാവരും വീഡിയോ പറഞ്ഞതൊന്നും എനിക്ക് ശരിയല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം തൈലേറിയ വന്നു വെച്ചാൽ വെട്ടുകാർക്ക് കൊടുത്തു കളയുമെന്ന് പല വീഡിയോയിലും കേട്ടപ്പോൾ മനസ്സ് തളർന്നു പോയതാണ് എനിക്ക്. പക്ഷേ അവൾക്ക് പാല് കയറി വന്നു. ഇപ്പോഴും അവളുടെ തീറ്റ കഴിഞ്ഞിട്ടും എനിക്ക് ആവശ്യത്തിനുള്ള അത്യാവശ്യം നമുക്ക് പൈസ കയ്യിൽ വരുന്നുണ്ട്. ഈ ഒരു പശുവല്ലേ ഉള്ളൂ. ഇപ്പോഴും അവൾക്ക് ഇപ്പോൾ ഇത്ര ഇതായില്ലേ, അതുകൊണ്ട് ഒരു 10 ലിറ്റർ പാല് 2 നേരവും കൂടെ, അത് കറക്റ്റ് 10 അല്ല, എന്തായാലും ഒരു 8നും 10നും ഇടയ്ക്ക് പാല് എല്ലാ ദിവസവും ഇപ്പോൾ കിട്ടുന്നുണ്ട്, 2 നേരവും കൂടെ. പിന്നെ ഇവർക്ക് കിട്ടുന്നത് ഈക്വലായിട്ടാണ്. നമ്മൾ ഈക്വൽ സമയത്താണ് കറക്കുന്നതെങ്കിൽ, അതായത് രാവിലെ വെളുപ്പിനെ ഇവിടെ കറക്കണം 5 മണിക്കാണ്. അതുകൊണ്ട് വൈകുന്നേരവും 5 മണിക്ക് ഒരു 5:30-ക്കുള്ളിൽ ആണ് കറക്കുന്നത്. രാവിലെ അതുപോലെ തന്നെ ഒരു 5:30-ക്കുള്ളിലാണ് കറക്കുന്നത്. ഒരേ സമയത്ത് കറക്കുന്നത് കൊണ്ട് പാലും ഈക്വലായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ 5 ലിറ്റർ വൈകുന്നേരം കിട്ടിയാൽ രാവിലെ 5 ലിറ്ററാണ് കിട്ടാറുള്ളത്. നമ്മൾ സമയവ്യത്യാസം വരുമ്പോഴാണ് രാവിലെ കൂടുതലും വൈകുന്നേരം കുറവുമായിട്ട് കിട്ടുന്നത്. അപ്പോൾ എനിക്കിതെന്താണെന്ന് വെച്ചാൽ ഞാൻ സൊസൈറ്റിയിലല്ല പാല് കൊടുക്കുന്നത്, പരിസരത്തുള്ളവർ തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ സമയത്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആ സമയം ക്രമീകരിച്ചാണ് ഇവളുടെ കറവ ചെയ്യണത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാലും അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവർക്ക് സൈലേജാണ് വാങ്ങിച്ചു കൊടുക്കണ പൈസയും പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന തീറ്റ അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ കൊടുക്കുന്ന കേരള ഫീഡാണ് കൊടുക്കുന്നത്. അതും 2.5 കിലോ രാവിലെയും കൊടുക്കും, വൈകുന്നേരം 2.5 കിലോ കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പശുവിന് പാലിനനുസരിച്ച് അല്ല ഞാൻ കൊടുക്കുന്നത്, ഇപ്പോൾ അവളുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പാലിപ്പോൾ കൊടുക്കുന്ന തീറ്റയിലുള്ള പാല് നമുക്ക് കിട്ടുന്നുള്ളൂ, അവളുടെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള പാല് നമുക്കിപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്നില്ല. അങ്ങനെ പ്രസവിച്ച സമയത്ത് നമ്മൾ എക്സ്ട്രാ കൂടുതൽ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാവരും നഷ്ടമാണെന്ന് പറയുന്നത്, എനിക്കിതിൽ നഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. നമ്മൾ വീടുകളിൽ കൊടുക്കണം എപ്പോഴും പാല്. നമ്മൾ സൊസൈറ്റി കൊടുക്കുമ്പോൾ സൊസൈറ്റിയിൽ അധികം പശു ഉണ്ടെങ്കിൽ സൊസൈറ്റി കൊടുക്കാണ്ട് പറ്റില്ലല്ലോ, മുഴുവൻ വീടുകളിൽ ചിലവാക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു പശു ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് വീടുകളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവളുടെ കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴേക്കും അടുത്ത വീഡിയോയിൽ ഇവളുടെ ചെന നമുക്ക് കൺഫേം ആക്കാം, എന്നിട്ട് പറയാം. അപ്പോൾ ഈ ഹോർമോൺ കൊടുത്തിട്ട് എന്ത് ചെയ്താലും അവൾക്ക് യൂട്രസിന് എന്തെങ്കിലും തൈലേറിയ വന്നാൽ ചെന പിടിക്കുമോ ഇല്ലയെന്നോ അറിയണമല്ലോ. അപ്പോൾ അതറിയാനായിട്ട്, അപ്പോൾ തൈലേറിയ വന്ന സമയത്ത് വീഡിയോ ഒന്നും നമ്മൾ ചെയ്തില്ലായിരുന്നു, ആ സമയത്ത് വീഡിയോ എടുക്കാറില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡീറ്റെയിൽസൊന്നും അന്ന് നമുക്ക് നിങ്ങളോട് പറയാനും ഷെയർ ചെയ്യാനും പറ്റാതെ പോയത്. പിന്നിപ്പോൾ ഇവളുടെ തീറ്റക്രമങ്ങൾ പറഞ്ഞു, ഇവൾക്ക് കിട്ടുന്ന പാലിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇവളുടെ സ്വഭാവമാണെങ്കിലും നമുക്ക് ഭയങ്കര ഭയങ്കര ശാന്ത സ്വഭാവമാണ്. ഇങ്ങനെ ഒത്തിരി ബഹളം വെച്ച് കരയോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അവൾക്ക് കുറച്ച് വിശപ്പ് കൂടിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ പറമ്പിലാണല്ലോ ഇവിടെ അയച്ചു വിടുക ഞങ്ങൾ ചെയ്യണം. കുറച്ച് രാവിലെ ഞാനും ജോലിക്ക് പോകും, ചേട്ടനും ജോലിക്ക് പോകും. അപ്പം ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 7 മണിക്ക് മുമ്പ് ഇവിടെ പറമ്പിൽ കൊണ്ട് കെട്ടുകയാണത്. പരിസരത്തുള്ള റബ്ബർ തോട്ടങ്ങളിലും വെറുതെ കിടക്കുന്ന പറമ്പുകളിലൊക്കെയാണ് ഇവിടെ കെട്ടുന്നത്. അപ്പോൾ കെട്ടി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചേട്ടന് വരാൻ പറ്റുന്ന സമയമായതുകൊണ്ട് ചേട്ടനത് അന്നേരം അയച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ അയച്ചു വിട്ടാലും എങ്ങും പോവില്ല. വേറെ പരിസരത്തുള്ള വീടുകളിൽ പോയി എന്തെങ്കിലും കടിക്കുകയോ വാഴ തിന്നുകയോ അങ്ങനെ ഒന്നും നശിപ്പിക്കുന്ന സ്വഭാവമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടുള്ള അയച്ചു വിട്ട് പോകാം. അയച്ചു വിട്ടാലും വേറെ ദൂരേക്കൊന്നും പോവില്ല.
അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ജോലിക്ക് പോകണതുകൊണ്ട് ഇങ്ങനെ ഒരു പശുവിനെ വളർത്തണതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അപ്പം ഞാനൊരു 4 മണിയൊക്കെ ഉള്ളിൽ വീട്ടിൽ വരും. വന്നു കഴിഞ്ഞാണ് ഇവളെ പറമ്പിൽ നിന്ന് അഴിച്ചുകൊണ്ട് വന്നത്. എന്നിട്ടാണ് കറവ. അപ്പോൾ ഈ പാല് ഇങ്ങനെ ഇഷ്ടംപോലെ പുല്ലിങ്ങനെ നടന്ന് തിന്നണത്, അതായത് മഴ കഴിഞ്ഞിട്ടുള്ള മഴയത്തൊക്കെ അങ്ങനെയായിരുന്നു, മഴക്കാലത്തൊക്കെ. അപ്പോൾ ഇഷ്ടംപോലെ പുല്ലുണ്ട്. അവളുടെ വയറ് നിറച്ച് പുല്ല് തിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് രാത്രി പിന്നെ ഞങ്ങൾ വേറെ ഒരു തീറ്റ വൈക്കോലോ വേറെ ഒന്നും കൊടുക്കില്ല. നമ്മൾ കാലിത്തീറ്റ മാത്രമേ കൊടുക്കാറുള്ളൂ. അത് കൊടുത്ത് തൊഴുത്തിൽ കെട്ടുകയുള്ളൂ. പിന്നെ വീണ്ടും രാവിലെ ഇതുപോലെ കൊണ്ട് കിട്ടും. അങ്ങനെയാണ് കാലിത്തീറ്റ കൊടുത്തതിന് ശേഷം കൊണ്ട് കിട്ടും. അപ്പോൾ പാലിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ പറമ്പെല്ലാം ഉണങ്ങി. ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ ഈ ജനുവരി ആകുമ്പോൾ തന്നെ എല്ലായിടത്തും പുല്ലുകളൊക്കെ ഉണങ്ങി കരിഞ്ഞ്. അപ്പോൾ നമുക്ക് തീറ്റയ്ക്ക് ഭയങ്കര ക്ഷാമമായി. ക്ഷാമം വന്നപ്പോൾ ഇപ്പം ഞങ്ങൾ ദൂരെ എവിടെയെങ്കിലും പാടത്തിൻ്റെ സൈഡൊക്കെ പോയി പുല്ല് ചെത്തിക്കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെത്തിക്കൊണ്ട് ഒന്ന് കൊടുക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. അത് അവൾക്ക് ആവശ്യത്തിന് ആകണില്ല. അപ്പോൾ അത് പോരാതെ വന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സൈലേജും കൂടി വാങ്ങിച്ച് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവൾ ഈ ഒത്തിരി തീറ്റാവും, വിശപ്പ് സഹിക്കണില്ല അവൾക്ക് പോരാ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സൈലേജും കൂടി മേടിച്ച് കൊടുക്കുന്നത്. ഇഷ്ടംപോലെ തീറ്റ നമുക്ക് ചെത്തിയിട്ട് കൊടുക്കാനും സമയം കുറവാണ്. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകണവരായതുകൊണ്ട് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എക്സ്ട്രാ വരുമാനവും കൂടിയാണിത്. അപ്പം അതുകൊണ്ട് പിന്നെ നല്ല പാല് നമ്മുടെ വീട്ടാവശ്യത്തിന് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ കൊടുക്കാനായിട്ട് ഒട്ടും മനസ്സ് വരുന്നില്ല, കൊടുക്കുന്നുമില്ല. പിന്നെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെന പിടിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു ഒറ്റ വാശിയിലാണ് ഞാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാം.